പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്താഴത്തിന് സ്വാതേറും ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണിത്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം റെഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് അതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടെടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ചിക്കൻ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ വശം കൂടെ കുക്കായി വന്നതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനെയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 8-10 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഉണക്കമുളക് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്, നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടുന്നതിന് വേണ്ടി നമുക്കതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും അതുപോലെ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.